ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 32 ചെസ്റ്റ് സൈസുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഇവിടെ ഞാൻ ഒരു സാരിയിൽ നിന്നുമാണ് ചുരിദാർ കട്ട് ചെയ്തെടുക്കുന്നത്. സാരിയുടെ താഴ്വശത്തായിട്ട് ഇങ്ങനത്തെ ഒരു ബോർഡർ വരുന്നുണ്ട്. അത് താഴ്വശത്ത് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ചുരിദാർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ 4 തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഇതിന് മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ എങ്ങനെയാണ് ചുരിദാറിന് തുണി മടക്കിയിടുന്നതെന്നുള്ള ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ താഴ്വശത്തു നിന്നും നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴേന്ന് വേണം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. കാരണം നമുക്കിവിടെ ഈ ബോർഡർ താഴ്വശത്ത് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നും എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ എനിക്ക് വേണ്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ചുരിദാറിന് വേണ്ടുന്ന ലെങ്ത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ ഈ താഴ്വശത്തുനിന്ന് ടേപ്പ് പിടിച്ചെടുത്ത് എവിടെയാണോ 41.5 ഇഞ്ച് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. 40 ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്ന ലെങ്ത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് 1 ഇഞ്ചും. അതാണ് 40ൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 41.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇനി നമ്മൾ ഷോൾഡറും ആംഹോളും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലൈനിലായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ലൈനിൻ്റെ ഇവിടെയായിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 32 ചെസ്റ്റ് സൈസാണ്. ഞാനിവിടെ ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 6 ഇഞ്ച് ഒന്നുകൂടെ താഴെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് നമുക്ക് ആം ഹോൾ ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അത് തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ 32 അതിൻ്റെ 4 പറയുമ്പോൾ 8 ഇഞ്ച് വരും. നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ മാർക്ക് ചെയ്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവ് വരച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ 6 ഇഞ്ച് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പകുതി 3 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 3 ഇഞ്ചും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് ആദ്യം മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റും വരുന്ന രീതിയിൽ നമുക്ക് ആം ഹോൾ കർവ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു കർവ് വരച്ചെടുക്കാം. ഇത് ബാക്ക് ആം ഹോളാണ് വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഉള്ളിലേക്കൊന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്നും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 1/2 ഇഞ്ച് ലൂസും കൂടി ചേർന്ന് ആ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അടുത്ത് ഇനി നമുക്ക് സ്ലിറ്റ് ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സ്ലിറ്റ് ലെങ്ത് 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. കാരണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. നമ്മൾ കറക്റ്റ് ഈ 19 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ സ്ലിറ്റ് മുകളിലേക്ക് കയറിപ്പോവും 18.5 ഇഞ്ചായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ സ്ലിറ്റ് ലെങ്ത് വരുന്നത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്ലിറ്റ് ലെങ്ത് 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 19.5 ഇഞ്ചാണ് നമ്മളിവിടെ സ്ലിറ്റ് ലെങ്ത്. ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും ടേപ്പ് വെച്ച് 19.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഹിപ്പ് റൗണ്ട് 36 ഇഞ്ചാണ്. അതിൻ്റെ 4 പറയുമ്പോൾ 9 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മളിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് ഇവിടെ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിന് മാർക്ക് ചെയ്ത് എങ്കിൽ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പിന് 1 ഇഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കത്തുള്ളൂ. കാരണം പെർഫെക്റ്റായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ, മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് വേണമെങ്കിൽ ബോഡിയിൽ നിന്ന് എത്രയാണോ നമ്മുടെ വേസ്റ്റ് ലെങ്ത് അത് അളന്നെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെയും ഇവിടെ നമ്മൾ സ്ലിറ്റിന് 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തില്ലേ, അതുകൂട്ട് തന്നെ നമ്മുടെ ഇപ്പം വേസ്റ്റ് ലെങ്ത് 13 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 13.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്ത് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ബോഡിയിൽ നിന്ന് എടുത്തില്ലെങ്കിൽ നമുക്കിവിടെ ഈ ചെസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്ത ഈ ലൈൻ ഉണ്ടല്ലോ, 2 ലൈൻ്റെയും എത്രയാണെന്ന് നോക്കണം. ഇവിടെ 14 ഇഞ്ച് വരും. അതിൻ്റെ പകുതി 7 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയായിട്ടാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 28 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 7 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയും നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ വരച്ചെടുക്കുവാണ്. ആദ്യം ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്നും വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്നും ഹിപ്പ് റൗണ്ടിൻ്റെ അവിടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ വരച്ചതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നീട് എക്സ്ട്രാ ആയിട്ട് വരച്ചേക്കുന്നത് ഇത് തയ്യൽ തുമ്പിനായിട്ട് വരച്ചേക്കുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തതെന്ന് നോക്കണം. നമ്മളിവിടെ 9.5 ഇഞ്ച് ഹിപ്പ് റൗണ്ട് 9.5 പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൂടെ അങ്ങനെ ടോട്ടൽ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ സെയിം 10.5 ഇഞ്ച് തന്നെ നമ്മൾ താഴ്വശത്തായിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഏറ്റവും താഴ്വശത്തായിട്ട് ഈ 10.5 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ കുറച്ചുകൂടി വിരിവിൽ വേണമെങ്കിൽ നമുക്ക് 10.5 ഇഞ്ചല്ല 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഈ ഹിപ്പ് റൗണ്ടിൻ്റെ മാർക്ക് ചെയ്ത ഈ ആദ്യത്തെ പോയിൻറ്റിൽ നിന്നും നമ്മൾ ആദ്യം വരച്ച പോയിൻറ്റിലേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുക്കുവാണ്. പിന്നീട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് ഇട്ട് മാർക്ക് ചെയ്തത് വരച്ചെടുക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടാണ് ഈ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ചുരിദാറിൻ്റെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും ബോട്ടം വിഡ്ത്തും എല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നീടാണ് ബാക്ക് പീസ് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ചത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും ഒക്കെ എത്രയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നും കൂടെ പറയാം. അത് ഞാനിപ്പോഴേ കട്ട് ചെയ്യുന്നില്ല, അത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ 32 ചെസ്റ്റ് സൈസുള്ള ഒരാൾക്ക് 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കേണ്ടത്. തുണി ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുമ്പോൾ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്താണ് കൊടുക്കേണ്ടത്. ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത് 5.5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് 5.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പിന്നീട് ഈ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും നമുക്ക് 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബോക്സ് കൂട്ട് വരച്ച് അവിടെ നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് അവിടെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് നെക്കാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ തന്നെയായിട്ട് ബാക്ക് നെക്ക് ലെങ്ത് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നീട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് കൂട്ട് വരച്ച് അവിടെയും നമുക്ക് റൗണ്ട് നെക്ക് കൊടുക്കാം. നമുക്ക് സ്ക്വയർ നെക്കാണ് വേണ്ടതെങ്കിൽ ഈ വരച്ചത്
ആദ്യം വരച്ച നെക്കാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ നെക്കൊന്നും ഇപ്പം കട്ട് ചെയ്യുന്നില്ല, കാരണം അത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് ഷോൾഡറിനൊരു 1/4 ഇഞ്ച് സ്ലോപ്പും കൂടെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നുമാണ് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഈ 4 പീസും കൂടെ ചേർത്ത് വെച്ചൊന്ന് നോച്ചിട്ട് കൊടുക്കണം. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയുന്നതിനായിട്ടാണ്. അങ്ങനെ നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇവിടെ ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ പീസിൻ്റെ ആം ഹോളിൻ്റെ ഭാഗമെല്ലാം ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചൊന്ന് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ചും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്ക് പീസ് എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ആം റൗണ്ടിൻ്റെ ഭാഗം ഒന്ന് അളന്ന് നോക്കണം. ഇതിന് മുമ്പേ ഞാൻ സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയുവാണ്. നമ്മൾ ഈ ബാക്ക് പീസ് എടുത്തതിന് ശേഷം അതിനായിട്ട് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ഇങ്ങനെ 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ചുറ്റിനും ഇവിടെ നിന്നും 1/4 ഇഞ്ച് ചുറ്റിനും നീക്കി ഒന്ന് ആം റൗണ്ടിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കണം. ഇതുപോലെ അളന്ന് നോക്കണം. സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അളന്ന് നോക്കുമ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. നമ്മൾ 1-2 പ്രാവശ്യം ഒന്നുകൂടെ അളന്ന് നോക്കണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇവിടെ നിന്നും 1/4 ഇഞ്ച് നീക്കി ഉള്ളിലേക്ക് നീക്കി വേണം നമ്മളിങ്ങനെ ചുറ്റിനും ഇങ്ങനെ അളന്ന് നോക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള തുണി ഞാനിവിടെ 2ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിടുവാണ്. ഇത് 2 സ്ലീവിനുമായിട്ടുള്ള പീസാണ്. പിന്നീട് ഇതിനെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇപ്പോൾ ഇത് 2 പീസാണ്. ഒന്നുകൂടെ ഇങ്ങനെ മടക്കിയിട്ടെടുക്കുവാണ്. ആദ്യം നമ്മൾ 2ആയിട്ട് ഇങ്ങനെയൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. താഴ്വശത്ത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ബോർഡർ വരുന്ന രീതിയിൽ 2 സ്ലീവിൻ്റെയും താഴ്വശത്ത് ബോർഡറിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരുപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ഇതിനെ വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ മടക്ക് വശം എൻ്റെ നേർക്കും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഓപ്പൺ സൈഡ് നോക്കുവാണെങ്കിൽ 1, 2, 3, 4 പീസായിട്ട് കാണുന്നത്. ഇനി നമുക്ക് സ്ലീവിന് ലെങ്ത് എത്രയാണോ അത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ സ്ലീവ് ലെങ്ത് വേണ്ടുന്നത് അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് ലെങ്ത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ആം റൗണ്ട് അളന്ന് നോക്കിയല്ലോ, അത് എത്രയായിരുന്നു? 9.5 ഇഞ്ചാണ്. നമുക്ക് ഇങ്ങനെ മടക്കി ഇടുമ്പോൾ ആ 9.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ച് മിനിമം എങ്കിലും 8.5 ഇഞ്ച് വേണം. ഇങ്ങനെ മടക്കി ഇടുമ്പോൾ ഇതിൻ്റെ വീതി 8.5 ഇഞ്ച് വേണം. ഇവിടെ ഇപ്പോൾ 8.5 ഇഞ്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിവിടെ ഈ 9.5 ഇഞ്ചാണ് നമ്മൾ അളന്നെടുത്തത്. അതിൽ നിന്നും 1 ഇഞ്ചും കുറച്ച് 8.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലെങ്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നും ഇടത്തേക്ക് നീക്കിയൊരു 3.5 ഇഞ്ച് നമ്മളിൽ നിന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇങ്ങനെ ചരിച്ചൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ബോഡി പാർട്ടിൽ കൊടുത്തത്, 1.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് ഈ താഴ്വശത്ത് നിന്നും 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാലൻസ് വരുന്നത് എത്രയാണെന്ന് നോക്കണം. 8 ഇഞ്ചാണ് എനിക്ക് വന്നേക്കുന്നത്. അതിൻ്റെ പകുതിയായ 4 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്നും 1/4 ഇഞ്ച് വെളിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നീട് ഉള്ളിലേക്കൊരു 1/4 ഇഞ്ച് കുഴിച്ച് നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തല്ലോ, അവിടേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നീട് സ്ലീവ് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് 5.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മൾ ഈ ആദ്യം മാർക്ക് ചെയ്ത ഇവിടെ ഇന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഇങ്ങനെ ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുത്തു. പിന്നീട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഇത് നമ്മൾ ഈ പോയിൻറ്റിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് തയ്യൽ തുമ്പിനായിട്ടുള്ളതാണ്. എക്സ്ട്രാ ഇട്ടിട്ടേക്കുന്നത് ഇത് തയ്യൽ തുമ്പിനായിട്ടുള്ളതാണ്. അങ്ങനെ നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം അറിയാനായിട്ടൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ കട്ട് ചെയ്തതിനെ നമുക്കൊന്ന് നിവർത്തിയിട്ട് അതിന് ശേഷം ഇങ്ങനെ 1/2 ഇഞ്ചൊന്ന് ഉള്ളിലേക്ക് കുഴിച്ച് 2 പീസും കൂടെ ചേർത്ത് വെച്ച് വേണം. ഇതാണ് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് സൈഡിലായിട്ട് നമ്മൾ 2 പീസും കൂടെ വെച്ച് ഒന്ന് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു, ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇതിന് മുന്നേ ഞാൻ വിശദമായിട്ട് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.